അടുത്ത കഥയാണ് RMF ഈറ്റ്സ് എ സാൻഡ്വിച്ച്. പുള്ളിക്കാരൻ എവിടെയോ ഇരുന്ന് സാൻഡ്വിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ പുള്ളി സാൻഡ്വിച്ച് കഴിക്കുന്നതും ഈ പറയാൻ പോകുന്ന കഥയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ലെന്ന് ആദ്യ 2 കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ കഥയിൽ നമ്മുടെ ഹീറോയിൻ്റെ പേര് എമിലി. ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ വെയിറ്റ്, ഹൈറ്റ്, അവളുടെ ബ്രസ്റ്റിന്റെ സൈസ്, ബ്രസ്റ്റ് മുതൽ പൊക്കിൾ വരെയുള്ള ആ ഒരു ലെന്ത്, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എമിലി അന്വേഷിക്കുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി തന്നെയാണെന്ന് ഉറപ്പുവരുത്തി അവളെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എമിലിയുടെ കൂടെ ആൻഡ്രൂ എന്നൊരാളുണ്ട്. ഇവളുടെ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ അങ്ങനെയൊന്നുമല്ല. ഇവളുടെ കൂടെ ഇവളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ ഇവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ. ആൻഡ് എന്താണ് എമിലി ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നോ? ഇവരൊരു ഹോസ്പിറ്റലിലാണിപ്പോൾ. ഒരു നേഴ്സ് വന്നിട്ട് മോർച്ചറിയിലുള്ള ഒരു ഡെഡ് ബോഡി ഇവർക്ക് എടുത്തു കൊടുക്കും. എമിലി മുമ്പ് ചെക്ക് ചെയ്ത ആ പെൺകുട്ടിയെ ഉപയോഗിച്ച് ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ഇയാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. എമിലിയുടെയും ആൻഡ്രോന്റെയും വിശ്വാസപ്രകാരം മരിച്ചു കിടക്കുന്ന ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അത്ര ശക്തിയുള്ള ഒരു വ്യക്തി, ഒരു പെൺകുട്ടി ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട്. അവൾ ഇപ്പോൾ ഇവരുടെ ഈ ജനറേഷനിൽ ജീവിക്കുന്നുണ്ടത്രേ. ആ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണിത്. ഇവിടെ ഇപ്പോൾ അന്ന എന്ന പെൺകുട്ടിയെ ഉപയോഗിച്ച് ഈ മരിച്ചു കിടക്കുന്ന ആളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്ന വലിയ രീതിയിൽ അവളെ കൊണ്ട് അറിയാവുന്ന പോലെ എഴുന്നേക്ക് അത് ഇതെന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചെങ്കിലും ഡെഡ് ബോഡിയിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. അതായത് അന്നയല്ല ആ പെൺകുട്ടി. അന്നയ്ക്ക് ആരെയും ഉയർപ്പിക്കാനുള്ള കഴിവില്ല. അന്നയുടെ ഹൈറ്റും വെയിറ്റും മറ്റ് സൈസ് കാര്യങ്ങളെല്ലാം ഇവർ അന്വേഷിക്കുന്ന പെൺകുട്ടിയോട് സിമിലർ ആയിരുന്നെങ്കിലും, അല്ലെങ്കിൽ അതുപോലൊക്കെ തന്നെ ആയിരുന്നെങ്കിലും അന്നയല്ല ഇവർ അന്വേഷിക്കുന്ന പെൺകുട്ടി എന്ന് എമിലിയും ആൻഡ്രൂയും മനസ്സിലാക്കി അവരവിടുന്ന് മാറിപ്പോയി. തിരികെ പോകുമ്പോൾ എമിലി കാർ ഓടിക്കുന്നത് കണ്ടില്ലേ? ഒന്നുകിൽ ഇവള് പക്ക പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവക്ക് ഭ്രാന്താണ്. അതും അല്ലെങ്കിൽ ഇവള് വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഒക്കെ കാണുമ്പോൾ പക്ക പ്രൊഫഷണലിന്റെ കൂട്ടുണ്ട്. ഇത് ഇന്ന് നിലയിൽ തുടങ്ങിയ പരിപാടി അല്ലെന്നുള്ളൊരു മട്ടിലാണ് പുള്ളിക്കാരി. ആൻഡ് ഓൺ ദ വെയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇവൾക്കുണ്ടായ ഒരു സ്വപ്നത്തെ പറ്റി ഇവൾ ആൻഡ്രൂവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ എമിലി ഒരു സ്വിമ്മിംഗ് പൂളിൽ ട്രാപ്പായി പോയ അവസ്ഥ. അവളുടെ മുടി പൂളിന്റെ ഏറ്റവും അടിത്തട്ടിൽ കുടുങ്ങിപ്പോയി. അവൾക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാൻ സാധിക്കുന്നില്ല. കുറേ സമയം അവിടെ ആ അവസ്ഥയിൽ ട്രാപ്പായി കിടന്നു. അവൾക്ക് എങ്ങനെ രക്ഷപ്പെട്ട് വരണമെന്ന് അറിയത്തില്ല. അവളെ കൊണ്ട് ആ ഒരു ഫിൽട്രേഷൻ പമ്പിൽ നിന്ന് അവളുടെ മുടി പുറത്തെടുക്കാനും സാധിക്കുന്നില്ല. ഈ സമയത്താണ് 2 പെൺകുട്ടികൾ പൂളിലേക്ക് കുതിച്ച് ചാടി വരുന്നത്. അവർ പ്രൊഫഷണൽ സ്വിമ്മേഴ്സ് ആണ്. ഒരു പ്രത്യേക രീതിയിൽ സിങ്ക്രണൈസ്ഡ് ആയിട്ട് സ്വിം ചെയ്ത്, അതും ആ 2 ആളും ട്വിൻസ് ആണെന്ന് തോന്നുന്നു. 2 പേരെയും കാണാൻ എക്സാക്ട്ലി ഒരുപോലെ തന്നെ. അവരിൽ ഒരാൾ എമിലിയെ സ്പോട്ട് ചെയ്തു. ഇവൾ വെള്ളത്തിനടിയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ട് അവിടെ വന്ന് ഇവളുടെ മുടി കട്ട് ചെയ്ത് 2 ആളും കൂടെ ഇവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. ഈ ഒരു ഡ്രീമിൽ എമിലിയെ രക്ഷപ്പെടുത്തി ആ സ്ത്രീയെയാണ് തങ്ങൾ കണ്ടെത്തേണ്ടതെന്നാണ് എമിലി പറയുന്നത്. അവൾക്കാണ് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവുള്ളത്. ദെൻ എമിലിയും ആൻഡ്രൂവും അവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. അവിടെയും എല്ലാ കാര്യവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇവർ കഴിക്കുന്ന ഫുഡാണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും അതിനൊക്കെ കുറേ പ്രത്യേകതകളുണ്ട്. ചുമ്മാ ചവർ പോലെ കണ്ടതെല്ലാം വാരി കഴിക്കത്തൊന്നുമില്ല. ഫിഷുള്ള ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. അതേപോലെ കുടിക്കുന്ന വെള്ളം വേറെ അങ്ങൊന്നും കുടിക്കത്തില്ല. ഇവരൊരു ജാറിനകത്ത് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ആ വെള്ളം മാത്രമേ കുടിക്കൂ. എവിടെ പോയാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. എത്ര അത്യാവശ്യമാണെങ്കിലും പുറത്തൊന്നും വെള്ളം കുടിക്കാറില്ല. ദെൻ അന്ന് രാത്രി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ആൻഡ്രൂ എഴുന്നേറ്റ് നോക്കുമ്പോൾ എമിലിയെ കാണാനില്ല. എമിലി അവർ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ച് മാറി ഇവിടെയുണ്ട്. ഇവിടെ ഒളിച്ചു നിന്ന് എന്തോ നോക്കുവാണ് പുള്ളിക്കാരി. നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വീട്. ആ വീട്ടിൽ നിന്ന് ഒരു അച്ഛനും മകളും ഇറങ്ങി പോകുന്നു. അച്ഛൻ മകളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകണമെന്ന് തോന്നുന്നു. അവരവിടുന്ന് മാറിപ്പോയതും എമിലി അവളുടെ കയ്യിലുള്ള കീ ഉപയോഗിച്ച് ആ വീട് തുറന്ന് അതിനകത്ത് കയറി വീട്ടിലെ ബെഡിൽ ഒരു ബോക്സ് വെക്കുന്നുണ്ട്. കണ്ടിട്ട് ആ കുട്ടിക്ക് വേണ്ടി, ആ മകൾക്ക് വേണ്ടി ഇവൾ വാങ്ങിയ ഷൂസ് ആണെന്ന് തോന്നുന്നു. കൂടാതെ എമിലിയൊക്കെ കുടിക്കുന്ന സ്പെഷ്യൽ വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടറിൽ നിന്ന് കുറച്ച് തുള്ളികൾ ഇങ്ങനെ എടുത്ത് വീടിന്റെ പല ഭാഗത്തും ആ ബെഡിൽ മൊത്തം തളിക്കുന്നുണ്ട്. ഇതെന്ത് പണ്ടാരാണ് പുള്ളിക്കാരി എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. തൊട്ടടുത്ത ഷോട്ടിൽ ആ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ കണ്ട ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ പുള്ളിക്കാരനുണ്ടല്ലോ, മകളുടെ കൂടെ ഇറങ്ങിപ്പോയ ആ മകളുടെ അച്ഛൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടി എമിലിയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അതായത് ഇത് എമിലിയുടെ വീടാണ്. എമിലിയുടെ മകളെയും ഭർത്താവിനെയുമാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്തോ കാരണത്താൽ ഭർത്താവിൽ നിന്ന് മകളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നു. ഇപ്പോൾ അവർ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്താണ് ഇവളുടെ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് വീട്ടിൽ കയറി മകൾക്കുള്ള സമ്മാനമൊക്കെ വെച്ചിട്ട് പോകുന്നത്. ദെൻ അന്ന് എമിലിയും ആൻഡ്രൂയും കൂടി ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഇവർ 2 ആളും. ഒമി, പിന്നെ ഈ പുള്ളിക്കാരുടെ പേര് അക്ക. ഇവർ 2 ആളും ഈ കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സാണ്. ഇതൊരു റിലീജിയസ് കൾട്ട് ഗ്രൂപ്പാണ്. ഈ കൾട്ട് ഗ്രൂപ്പിന് ഇവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ള ആളുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി, എല്ലാ മതങ്ങളും ചെയ്യുന്ന പോലെ മറ്റുള്ള ആളുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി നമുക്കെന്തോ സ്പെഷ്യലുണ്ട്, നമ്മളാണ് സ്പെഷ്യൽ, നമ്മളാണ് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ എന്ന രീതിയിൽ പറഞ്ഞു വരുത്തുന്ന, ഒരുവിധപ്പെട്ട എല്ലാ കാര്യത്തിലും വേർകൃത്യം കാണിക്കുന്ന, അവൻ അങ്ങനെ ചെയ്യുമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന, ഡ്രസ്സ് ധരിക്കുന്നതിൽ തുടങ്ങി നടക്കുന്ന സ്റ്റൈലിൽ വരെ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള മാറ്റം വരുത്തുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ. അതുപോലെയുള്ളൊരു കൾട്ട് ഗ്രൂപ്പ്, ഒരു റിലീജിയസ് കൾട്ട് ഗ്രൂപ്പ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിഷ് ഒന്നും കഴിക്കാൻ പാടില്ല. അതേപോലെ ഇവർ ഇവിടുന്ന് കൊടുക്കുന്ന വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ആൻഡ് ഇപ്പോൾ ഈ കൾട്ട് ഗ്രൂപ്പ് മുഴുവൻ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള പെൺകുട്ടിക്ക് വേണ്ടി. ഇവിടെ ഈ കൊച്ചു പയ്യനെ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഈ പയ്യന്റെ പേര് ജാക്ക് എന്നാണ്. ചെറിയ പ്രായം മുതലേ ഈ കൾട്ടിന്റെ ഭാഗമായിട്ട് ഇവരുടെ കൂടെ വളർന്നു വരുന്ന പയ്യനാണ്. ബാക്കിയുള്ളവരൊക്കെ പല മതങ്ങളിൽ നിന്ന് മാറി വന്ന് അങ്ങനെയൊക്കെ ഈ കൾട്ടിന്റെ ഭാഗമായവരാണ്. പയ്യനെ കണ്ടാൽ തന്നെ അറിയില്ലേ, ആക്കയുടെ മകനാണ്. അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു സംശയമുണ്ട്. കാരണം ആക്ക ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ ഉമ്മിയുടെ പയ്യനായിരിക്കാം, അല്ലെങ്കിൽ ഈ കൾട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ആണിന്റെ പയ്യനായിരിക്കാം. കാരണം ഈ കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ഉമ്മിയും ആക്കയും ഈ കൾട്ട് ഗ്രൂപ്പിലുള്ള പല ആളുകളുമായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ടും ആ തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാറുണ്ട്. 2 പേരും ബൈസെക്സലാണെന്ന് പറയാം. കാര്യം ഉമ്മിയാണെങ്കിലും ആക്കയാണെങ്കിലും ആണിനോടും പെണ്ണിനോടും ഈ കൾട്ട് ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരോടും ഇത്തരത്തിലുള്ള റിലേഷൻ, ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു രീതിയാണ്. കൾട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ആർക്കും പുറത്തുള്ള മറ്റാരുമായിട്ടും ഇന്റർകോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എമിലിക്ക് ഇന്റർകോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇതിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ആക്കയോടോ അല്ലെങ്കിൽ ഉമ്മിയുടെ കൂടെ ആയിരിക്കണം. ആൻഡ്രൂവിന്റെ കേസിലും ഇതുപോലൊക്കെ തന്നെ. ഇങ്ങനെ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഇവരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത്. ദെൻ കൾട്ടിലെ അടുത്ത ദിവസം ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു വുമൺ
ഒരു ചെറിയ റൂമിൽ ഒരു ചെറിയ ക്യാബിനിലിട്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഐ മീൻ ഈ ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ, ഒരുമാതിരി അത്രയും ആവിക്കകത്തിട്ട് ശരീരം മൊത്തം പുഴുങ്ങിയെടുക്കുന്ന ഒരു പ്രക്രിയ. അതുപോലെ ഇപ്പോൾ അവളെ പുഴുങ്ങിയെടുത്ത് വല്ലാത്തൊരു കോലത്തിലാക്കി പുറത്തെത്തിച്ച് ലീഡേഴ്സിൽ ഒരാളായ ആക്ക അവളുടെ ശരീരത്തുള്ള ആ ഒരു വേർപ്പൊക്കെ ഒന്ന് നക്കിയെടുത്ത് നോക്കി. യെസ്, ഇവള് ക്ലീൻ ആണ് എന്ന് പറയുന്നു. അതായത് ഒരാളെ ഈ കൾട്ടിന്റെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുള്ളി ക്ലീൻ ആയിരിക്കണം. ഇതിന് പുറത്തുള്ള ലോകത്ത് അവർ മറ്റു പലരുമായിട്ട് ബന്ധപ്പെട്ടെന്നിരിക്കും, അല്ലെങ്കിൽ ഈ കൾട്ടിന്റെ നിയമങ്ങൾ അനുസരിക്കാത്ത രീതിയിൽ നടന്നിരിക്കും. ഉറപ്പായും മനുഷ്യരാകുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യുന്നിരിക്കും. ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചെന്നിരിക്കും, അത് മറ്റു പലയിടത്തുനിന്നും വെള്ളം കുടിച്ചെന്നിരിക്കും. ഇവർ പറയുന്നതിന് തൊട്ട് ഇവർ കൊടുക്കുന്ന വെള്ളം മാത്രം കുടിച്ച് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ തന്നെ വീണ്ടും ഈ ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. അവരെ ഫുള്ളൊന്ന് പുഴുങ്ങിയെടുത്ത് ആ വേർപ്പൊക്കെ ആക്കെ ഇങ്ങനെ നക്കി നോക്കി ഇവർ ക്ലീൻ ആണെന്ന് ആക്ക പറഞ്ഞെങ്കിൽ മാത്രമേ അവരെ വീണ്ടും കൾട്ടിന്റെ ഭാഗമാക്കൂ. ഇപ്പൊ ഈ സ്ത്രീ വീണ്ടും കൾട്ടിന്റെ ഭാഗമായി. ദെൻ ഇവിടെ ഇങ്ങനെ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇതിനെ ചുറ്റും ഓമിയും മക്കയും കയറി നിന്ന് അവർ കരഞ്ഞ് അവരുടെ കണ്ണുനീരാ വെള്ളത്തിലൊഴിക്കും. ഇതിനർത്ഥം എന്താണ്? ഈ വെള്ളം ഇപ്പോൾ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി ഈ വെള്ളം വേണം ഇവർ കുടിക്കാൻ. ഇവിടെ നിന്നാണ് നമ്മുടെ ആൻഡ്രൂയും എമിലിയും ഒക്കെ ജാറിനകത്ത് വെള്ളം കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതും അവരുടെ ജേണിയിലൊക്കെ ഈ വെള്ളം കൂടെ കൊണ്ടുപോയി ആവശ്യത്തിന് കുടിക്കുന്നതും ഒക്കെ. അങ്ങനെ കൾട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവുള്ള ആ പെൺകുട്ടിയെ അന്വേഷിക്കുകയാണ് നമ്മുടെ എമിലിയും ആൻഡ്രൂയും. രണ്ടാളും ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇവരെ തന്നെ നോക്കി അങ്ങിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാൽ പെൺകുട്ടി ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവളുടെ പേരാണ് റെബേക്ക കിങ്. 29 വയസ്സുണ്ട്. ഇവൾ പറയുന്നത് ഇവർ അന്വേഷിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി ഇവൾക്ക് അറിയാവുന്നതാണ്. ഈ റെബേക്കയുടെ സ്വന്തം സഹോദരി റൂത്ത് ആണത്രേ ആ പെൺകുട്ടി. അവളിപ്പോൾ കെന്നത്ത് അവന്യൂരിൽ ഒരു ക്ലിനിക്ക് റൺ ചെയ്യുവാണ്. റെബേക്കയും റൂത്തും ട്വിൻസ് ആണ്. രണ്ടുപേരെയും കാണാൻ ഒരുപോലൊക്കെ തന്നെ ഉണ്ടാവും. ഇനി നിങ്ങൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ അന്വേഷിക്കുന്ന പെൺകുട്ടി എൻ്റെ സഹോദരി റൂത്ത് ആണ് എന്ന് ഇവൾ ഉറപ്പിച്ച് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ എമിലിക്കും അവളുടെ സ്വപ്നവുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇവളുടെ സ്വപ്നത്തിൽ 2 പെൺകുട്ടികൾ ആ പൂളിൽ ചാടിയാണ് ഇവളെ രക്ഷപ്പെടുത്തിയത്. അവർ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ഉണ്ടായിരുന്നു, ട്വിൻസ് ആയിരുന്നു എന്നൊക്കെ ഇവൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ റെബേക്ക പറഞ്ഞത് സത്യമായിരിക്കണം. റെബേക്കയുടെ സഹോദരി റൂത്ത് ആണ് ഇവർ അന്വേഷിക്കുന്ന പെൺകുട്ടി, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ആ പെൺകുട്ടി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവർ ഫോളോ ചെയ്യുന്ന പ്രോഫസി പ്രകാരം ഈ പെൺകുട്ടി ട്വിൻ ആണ്, അത് ഉറപ്പാണ്. പക്ഷേ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ആ പെൺകുട്ടിയുടെ ട്വിൻ സിസ്റ്റർ മരണപ്പെട്ടിട്ടുണ്ടാവണം. ഇവിടെ ഇപ്പോൾ റൂത്ത് ആണ് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ആ പെൺകുട്ടിയെങ്കിൽ റൂത്തിന്റെ സഹോദരിയായ റെബേക്ക ഇപ്പോൾ ഇവരുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പോയ റെബേക്ക ജീവനോട് ഉണ്ടാവാൻ പാടില്ല. ഇവള് മരണപ്പെട്ടിട്ടുണ്ടാവണമല്ലോ. ഇക്കാരണത്താൽ തന്നെ ഡയറക്റ്റ് റൂത്തിനടുത്തേക്ക് പോകണ്ട, റൂത്ത് ഒന്നും ആയിരിക്കത്തില്ല ആ പെൺകുട്ടി, നമുക്ക് വേറെ വഴിക്ക് അന്വേഷിച്ച് പോകാമെന്നാണ് ആൻഡ്രൂ പറയുന്നത്. ദെൻ അവിടെ കട്ടിയാൽ നമ്മുടെ ഹീറോയിൻ ദാ ഇപ്പോൾ വീണ്ടും അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നു. മുമ്പ് ചെയ്ത പോലെ ഇവളുടെ കട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ വിശുദ്ധ വെള്ളം ആ കട്ടിലും അവിടെ ഇവിടെയൊക്കെ തളിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ഹസ്ബൻഡും മോളും കൂടെ അങ്ങോട്ട് വന്നു. ഇവർ കാണാതെ ജസ്റ്റ് വീട്ടിൽ കയറി ഈ വെള്ളമൊക്കെ തളിച്ചിട്ടങ്ങ് പോകാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡിനെയൊക്കെ മീറ്റ് ചെയ്യേണ്ടി വന്നു. ഇവളുടെ കുടുംബത്തെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവൾക്ക് ആ കൾട്ടിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കത്തില്ല. ഈ കുടുംബത്തോടൊപ്പം ഇവൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കൾട്ടിൽ നിന്ന് പുറത്ത് വരേണ്ടതുണ്ട്. അതായത് ഇവൾക്ക് ഇവളുടെ ഹസ്ബൻഡിന്റെ കൂടെ സെക്സ് ചെയ്യാൻ പോലും കൾട്ടിൽ നിന്ന് അനുവാദം കൊടുക്കത്തില്ലല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൾട്ടിൽ നിന്ന് അവർ പുറത്താക്കും. കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചമ്മയെ കാണുന്നത്. കൊച്ചമ്മയെ ഇവിടെ അങ്ങോട്ട് വിടാൻ തോന്നുന്നില്ല. അതൊക്കെ കണ്ട് ഇവളുടെ ഹസ്ബൻഡ് ഇവളോട് പറയും, നിനക്ക് പറ്റുമെങ്കിൽ നാളെ ഡിന്നറിന് വരാൻ പറ്റുമോ? ജസ്റ്റ് ഒരു മണിക്കൂർ ഞങ്ങളോട് സ്പെൻഡ് ചെയ്തൂടെ? പോകുന്ന എമിലി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ നിർബന്ധം കാരണം അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ദെൻ ആൻഡ്രൂ പുതിയൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു. ഇവരുടെ പ്രൊഫസറിൽ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ അവളുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ആ പെൺകുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എമിലിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആൻഡ്രൂ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ജാക്കിന്റെ അച്ഛൻ ആരാണെന്ന് നീ കരുതുന്നേ? ജാക്കിന്റെ അച്ഛൻ ഓമി, ഉറപ്പായിട്ട് ഓമി ആയിരിക്കുമല്ലോ. ചാൻസ് ഇല്ല ആൻഡ്രൂ, എനിക്ക് തോന്നുന്നത് അവന്റെ അച്ഛൻ നീ ആണെന്നാണ്. നീ ആ സമയത്ത് ആക്കയുമായി ബന്ധപ്പെട്ടില്ലായിരുന്നു? ഒരുപക്ഷെ അവൻ നിന്റെ മകനായിക്കൂടെ? നിങ്ങൾ രണ്ടുപേരെ കാണാനും ഏതാണ്ട് ഒരുവിലൊക്കെ തന്നെയുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, അത് ഓമിയുടെ മകൻ തന്നെ ആയിരിക്കും. ആൻഡ്രൂ പെട്ടെന്ന് ആ കോൺവെർസേഷൻ ഞാൻ ഒഴിഞ്ഞു മാറി. സംഭവം ഇവളുടെ സംശയം ശരിയായിരിക്കും. ഈ ജാക്ക് ആ കൾട്ടിലുള്ള ഏതൊരാളുടെ വേണേലും മകനാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ആൻഡ്രൂ കണ്ടുപിടിച്ച ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പി അവരുടെ അഡ്രസ്സിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അന്വേഷിക്കുന്ന ഇവർക്ക് വേണ്ട മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുണ്ടെന്ന് ഇവർ കരുതുന്ന ആ പെൺകുട്ടിയും ജീവനോടെ ഇല്ല. അവൾക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. ട്വിൻ സിസ്റ്റർ മരണപ്പെട്ട കാര്യം മാത്രമേ ഇവർ അറിഞ്ഞിരുന്നുള്ളൂ. ഇവിടെ വന്ന് അവരുടെ അച്ഛനോട് സംസാരിച്ചപ്പോൾ 2 പെൺകുട്ടികളും മരണപ്പെട്ടു. 2 പേരും 2 സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു എന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അന്ന് രാത്രി എമിലി ഹസ്ബൻഡിന്റെയും മകളുടെയും കൂടെ ഡിന്നറിൽ എല്ലാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവൾ പോകുന്നില്ല. ശേഷം അടുത്ത ദിവസം വളരെ അവിചാരിതമായി വീണ്ടും എമിലിയുടെ ഹസ്ബൻഡും മീറ്റ് ചെയ്യുന്നുണ്ട്. എമിലിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു പെയിൻ കില്ലർ വാങ്ങാൻ വന്നതാണ് അത്രേ. ഇവരുടെ മകൾക്ക് കാലിനൊരു ഇഞ്ചുറി പറ്റി. ബാലറ്റ് ക്ലാസ്സിൽ വെച്ച് സംഭവിച്ചതാണ്. അതറിഞ്ഞപ്പോൾ എമിലി പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടായി. സ്വന്തം മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഏതമ്മയ്ക്കാണെങ്കിലും ഇങ്ങനെ ആയിരിക്കുമല്ലോ. തുടർന്ന് മകളെ കാണാൻ വേണ്ടി അന്ന് രാത്രി തന്നെ എമിലി ഇവരുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും മകൾ ഉറങ്ങിയിരുന്നു. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം എമിലി വീട്ടിൽ വന്നതാണ്. അവൾ ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാം ഉള്ള സമയത്ത് കുറേ നാളുകൾക്ക് ശേഷം ചെന്നതാണ്. ഹസ്ബൻഡ് ഇവൾക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ കോഫിയിൽ പുള്ളിക്കാരൻ നൈസായിട്ട് മയക്കുമരുന്നും ചേർക്കുന്നുണ്ട്. അങ്ങേർക്ക് ഇവളുമായി ഇന്റർകോഴ്സ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. നേരെ ആവശ്യപ്പെട്ട എമിലി എന്തായാലും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവളെ മയക്കി കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലാക്കി അയാൾ അവളെ യൂസ് ചെയ്തു. ശേഷം അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം എമിലി മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് കൾട്ടിനെ പറ്റിയൊക്കെ ഓർത്ത് കൾട്ടിലുള്ളവർ ഇതറിഞ്ഞാൽ തന്നെ പുറത്താക്കുമെന്നുള്ള പേടിയിൽ ഓടി ബാത്റൂമിൽ കയറി ശരീരം മൊത്തം ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ ഇവളെ കാത്ത് ഒമിയും അക്കയും ആൻഡ്രൂയും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. സംഭവിച്ചതെല്ലാം അവർ മനസ്സിലാക്കി. ഇനിയിപ്പോൾ വീണ്ടും എമിലിക്ക് ആ കൾട്ടിന്റെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ അവൾ ആ ഒരു പുഴുങ്ങൽ ടെസ്റ്റിലൂടെ കടന്നു പോകണം. വേറെ വഴിയില്ല. എമിലിക്കും എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ കൾട്ടിന്റെ ഭാഗമായാൽ മതി. അതിൽ നിന്ന് പുറത്തു വരാൻ അവൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും നാൾ വിശ്വസിച്ച് വെച്ചേക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയല്ലേ, ആ കൾട്ടിൽ നിൽക്കുന്നവർക്ക് സ്വർഗ്ഗം കിട്ടുമെന്നൊക്കെ. തുടർന്ന് എമിലി ആ ഒരു ടെസ്റ്റിന് വിധേയമാകുന്നു. ശരീരമൊക്കെ പുഴുങ്ങി വല്ലാത്തൊരു കോലത്തിലായി എമിലിയെ പുറത്തെടുത്ത് നമ്മുടെ അക്ക അവളെ നക്കി നോക്കിയിട്ട് എമിലി ഇപ്പോഴും കണ്ടാമിനേറ്റഡ് ആണ്, അവൾ കൾട്ടിന് ചേർന്നവളല്ല എന്ന് പറഞ്ഞു. തുടർന്ന് അവർ എമിലിയെ പുറത്താക്കി. എമിലിക്കാണെങ്കിൽ
ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ ആവുന്നേ പോകുന്നേ പല രീതിയിൽ പറഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ ഇനി ഒരിക്കൽ കൂടി ഈ ടെസ്റ്റിലൂടെ പാസ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞ എന്തും ചെയ്യാം, അത് ഇതെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ വക വെക്കുന്നില്ല. എമിലി ശരിക്കും അങ്ങ് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത്രയും നാളെ ജീവിച്ച ആ ഒരു കൾച്ചറിൽ നിന്ന് മാറി ജീവിക്കേണ്ടി വരുമ്പോൾ ആ ഒരു മൈൻഡ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ, ഒരുപാടങ്ങ് വല്ലാതായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് റബേക്കയെ പറ്റി ഓർക്കുന്നത്. അങ്ങനെ റബേക്കയെ ചെന്ന് മീറ്റ് ചെയ്തു. റബേക്കയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുന്നു. ഒരിക്കൽ റബേക്കയും അവളുടെ സഹോദരി റൂത്തും മാത്രം അവരുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവരൊരു പാർട്ടി വീട്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്തു. ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഒരുമാതിരി ബോധമില്ലാത്ത അവസ്ഥയിലായപ്പോൾ റബേക്ക എന്ത് ചെയ്തു, നേരെ ഓടിപ്പോയി അവരുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ എടുത്തങ്ങ് ചാടി. അതിൽ വെള്ളമില്ലായിരുന്നു. സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തിട്ടുള്ള റബേക്കയുടെ തല ഇടിച്ച് അങ്ങനെ അവിടെ വെച്ച് റബേക്ക മരണപ്പെട്ടതാണ്. യെസ്, റബേക്ക മരണപ്പെട്ടതാണ്. മരിച്ചുപോയി ഇവൾ പിന്നെ കണ്ണു തുറക്കുമ്പോൾ അവൾ അവളുടെ റൂമിലാണ്. അങ്ങനെയാണ് റബേക്കയും മനസ്സിലാക്കുന്നത് റൂത്തിന് മരണപ്പെട്ട ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്ന്. ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവരുടെ പ്രോഫസി പ്രകാരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണല്ലോ. റബേക്ക ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളതാണ് ആകെ കൺഫ്യൂസ് ആക്കുന്ന ഒരു കാര്യം. ആക്ച്വലി റബേക്ക മരണപ്പെട്ടതാണ്. ആക്ച്വലി ഇവൾ മരണപ്പെട്ടതാണ്, മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതാണ്. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ റൂത്തിനെ പോയി കണ്ടേക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാമെന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. എന്നാലും റബേക്ക ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്താൽ അവൾക്ക് ആ ഒരു സംശയം ഒന്ന് നിർത്താൻ വേണ്ടി റൂത്തിന്റെ കഴിവുകളൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചത് നമ്മുടെ ഹീറോയിൻ ആവട്ടെ എവിടുന്നോ കിട്ടിയ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ട് റൂത്തിന്റെ ക്ലിനിക്കിൽ ചെന്നു. റൂത്ത് ഒരു ഡോക്ടറാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ. ഡോഗിന്റെ കാല് നമ്മുടെ ഹീറോയിൻ മുറിച്ചിട്ടുണ്ടായിരുന്നു. റൂത്ത് ആണെങ്കിൽ അതിന് വേണ്ട മരുന്നൊക്കെ വെച്ച് കൊടുത്തു. തൊട്ടടുത്ത ദിവസം നോക്കുമ്പോൾ സാധാരണ മുറിവ് ഉണങ്ങുന്നതിനേക്കാളും അതിവേഗത്തിലാണ് ഡോഗിന്റെ മുറിവ് ഉണങ്ങിയിരിക്കുന്നത്. അങ്ങനെ എമിലിക്ക് ഉറപ്പാവുകയാണ് റൂത്ത് തന്നെയാണ് ഇവർ അന്വേഷിക്കുന്ന പെൺകുട്ടി. ഇനി ഈ റൂത്തിനെ എങ്ങനെയെങ്കിലും ഇവരുടെ കൾട്ടിൽ കൊണ്ടുചെല്ലണം. അങ്ങനെ കൊണ്ടുചെന്നാൽ എമിലിക്ക് പഴയ പോലെ കൾട്ടിന്റെ ഭാഗമാകാൻ സാധിക്കും. ഇതിനിടെയാണ് എമിലിയെ കാണാൻ വീണ്ടും അവളുടെ ഹസ്ബൻഡ് വരുന്നത്. ഇത്തവണ നേരത്തെ സംഭവിച്ചതിനൊക്കെ സോറി പറയാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഡയലോഗ് അടിച്ച് വീണ്ടും ഇവളെ കൺവിൻസ് ചെയ്ത് അങ്ങനെ കൂടെ കൊണ്ടുപോകാനുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അങ്ങേരുടെ കൂടെ അവരുടെ മകളും ഉണ്ടായിരുന്നു. നേരത്തെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ കൊച്ചിന്റെ കാലിന് ഇഞ്ചുറി പറ്റിയെന്ന്. കള്ളം പറഞ്ഞാണ്, അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ വെച്ച് എമിലി മകൾക്ക് അഡ്വൈസ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവളോട് പറയുന്നതാവട്ടെ നിന്റെ അച്ഛൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഇയാൾ മൊത്തം കണ്ടാമിനേറ്റഡ് ആണ്. ഇയാളുടെ ശരീരത്തിലുള്ള വെള്ളം എല്ലാം കണ്ടാമിനേറ്റഡ് ആണ്. ഇയാൾ ശരിയല്ല, അമ്മ ചൂസ് ചെയ്ത വഴി തിരഞ്ഞെടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. അടുത്ത ദിവസം രാവിലെ റബേക്ക നമ്മുടെ എമിലിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എമിലി, ഞാനന്ന് നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രൊഫസി അനുസരിച്ച് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ജീവനോട് ഉണ്ടാവാൻ പാടില്ല എന്ന് നീ പറഞ്ഞില്ലേ. ആക്ച്വലി അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി. എന്താ സംഭവം എന്ന് എമിലിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. എമിലി രാവിലെ റബേക്കയുടെ വീട്ടിൽ ചെന്നു. റബേക്ക എമിലിയെ വിളിച്ച് വീട്ടിലൊക്കെ ഇരുത്തി അത്യാവശ്യം സൽക്കരിക്കുന്ന പോലെയൊക്കെ പെരുമാറിയിട്ട് നേരെ ഓടിച്ചെന്ന് അവരുടെ സ്വിമ്മിംഗ് പൂളിൽ എടുത്തി ആടി. ഇത്തവണയും അതിനകത്ത് വെള്ളമില്ലായിരുന്നു. ഇത്തവണ റൂത്ത് ഇവിടെ ഇല്ല. അതുകൊണ്ട് റബേക്ക മരണപ്പെട്ടു, ശരിക്കും മരണപ്പെട്ടു. ഇപ്പോൾ ഇവരുടെ പ്രൊഫസി അനുസരിച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണല്ലോ. ഒട്ടും സമയം കളഞ്ഞില്ല. എമിലി നേരെ റൂത്തിന്റെ ക്ലിനിക്കിൽ ചെന്നു. തന്ത്രപരമായി റൂത്തിനെ അൺകോൺഷ്യസ് ആക്കി. റൂത്തിന്റെ വെയിറ്റ്, ഹൈറ്റ്, മറ്റ് കാര്യങ്ങളുടെയൊക്കെ ലെന്തുകൾ, ഇവരുടെ കൾട്ടിന്റെ പ്രൊഫസിൽ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് മാച്ച് ആവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. കഥയുടെ തുടക്കത്തിൽ ഇവരെ സഹായിച്ച ആ നഴ്സിന്റെ സഹായത്തോടെ വീണ്ടും അതേ മോർച്ചറിയിൽ ചെന്ന് അവിടെയുള്ളൊരു ഡെഡ് ബോഡി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത്തവണ അവിടെ കിടക്കുന്ന ഡെഡ് ബോഡി വേറെ ആരുടെയുമല്ല, നമ്മുടെ RMFിൻ്റെതാണ്. റൂത്ത് ഇപ്പോഴും ഏതാണ്ട് അൺകോൺഷ്യസ് അവസ്ഥയിലാണ്. ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്നിരിപ്പുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിലും റൂത്തിന്റെ ശരീരം പഴയ പോലെ ആയിട്ടില്ല. എമിലി ജസ്റ്റ് റൂത്തിന്റെ കൈയെടുത്ത് RMFിന്റെ ശരീരത്തോടൊന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പതേ മരിച്ചു കിടന്ന RMF എഴുന്നേറ്റ് വന്നു. ഫൈനലി താൻ അന്വേഷിച്ച ആളെ കണ്ടെത്തി. സന്തോഷം കൊണ്ട് എമിലി വല്ലാത്തൊരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. എന്നിട്ട് റൂത്തിനെയും കൊണ്ട് നേരെ അവരുടെ കൾട്ടിലേക്ക്. ഇപ്പോഴും റൂത്ത് ഒരു പാതി ബോധത്തിലാണ് നിൽക്കുന്നത്. പോണ പോക്കിൽ എമിലിയുടെ ശ്രദ്ധ ചെറുതായി ഒന്ന് മാറി. പിന്നെ എമിലി വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. കൈന്ന് പാളി, പെട്ടെന്ന് പിടിച്ചു നിർത്താനും പറ്റിയില്ല. ആക്സിഡന്റിലായി റൂത്ത് തെറിച്ച് ബോണ്ടിൽ വീണു. എമിലി റൂത്തിന് സീറ്റ് ബെൽറ്റ് പോലും ഇട്ട് കൊടുത്തില്ലായിരുന്നു. ഇപ്പതാ നോക്ക്, റൂത്ത് ഇവിടെ വെച്ച് മരണപ്പെട്ടു. മറ്റുള്ളവരെ ഉയർപ്പിക്കാൻ സാധിക്കുമെങ്കിലും ഇവള് മരിച്ചു കഴിഞ്ഞാൽ ഇവളെ ആരും ഉയർപ്പിക്കാനാണ്? കട്ട് ചെയ്താൽ ക്രെഡിറ്റ്സ് ഒക്കെ റണ്ണാകുമ്പോൾ ദേ ഇവിടെ ഇരുന്ന് നമ്മുടെ RMF സാൻഡ്വിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. കഥയുടെ പേര് പോലെ RMF സാൻഡ്വിച്ച് കഴിക്കുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. ഇതിലിപ്പോൾ RMFിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ പുള്ളിക്കാരനിൽ നിന്നാണെന്ന് പറയാം. ആദ്യത്തെ കഥ തുടങ്ങിയപ്പോൾ RMF വിവിയൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് നമ്മൾ കണ്ടത്. ആൻഡ് അവസാനിച്ചപ്പോൾ RMF സാൻഡ്വിച്ച് കഴിക്കുന്നതും. കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ്, ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൈൻഡ്നസ് തന്നെയായിരിക്കും. കൈൻഡ്നസിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ആയിരിക്കും. അതിപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ രണ്ട് തരത്തിലും പറയാമല്ലോ. എന്താണ് കഥയിൽ RMFിൻ്റെ പ്രസക്തി എന്ന് ഇതിൻ്റെ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. RMF എല്ലാ കഥയിലും ഇങ്ങനെ വന്നു പോകുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഡയറക്ടർ ഒന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഫാൻസ് വെറുതെ ഇരിക്കത്തില്ലല്ലോ. അവരുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ തിയറീസും കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. അങ്ങനെ ഫാൻസിന്റെ തിയറീസിൽ സിനിമയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് RMFിന്റെ ഒരു ഡെഫിനേഷൻ പോലെ റിഡംഷൻ, മാനിപ്പുലേഷൻ, ഫെയ്ത്ത് എന്ന് 3 വാക്കുകളിൽ ഈ 3 സ്റ്റോറിയും ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫസ്റ്റ് കഥയിൽ റോബർട്ട് എന്ന വ്യക്തിയുടെ ഒരു റിഡംഷൻ തന്നെയല്ലേ നടക്കുന്നത്, പുള്ളിക്കാരൻ്റെ ഒരു വീണ്ടെടുപ്പ് തന്നെയല്ലേ. സെക്കൻഡ് സ്റ്റോറിയിലേക്ക് വന്നപ്പോൾ അവിടെ ഹസ്ബൻഡും മാനിപ്പുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അയാൾ സ്വയം മാനിപ്പുലേറ്റഡ് ആയി ആൻഡ് വൈഫിനെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്തു നമ്മൾ കണ്ടു. അവളോട് അവളുടെ വിരൽ വെട്ടിമുറിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴും ലിവർ വെട്ടിമുറിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴും ഒക്കെ അവൾ അത് ഫോളോ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ. തേർഡ് സ്റ്റോറി കംപ്ലീറ്റ്ലി ഫെയ്ത്ത് ബേസ്ഡ് സ്റ്റോറിയാണ്. ആ ഒരു കൾട്ടും ആ കൾട്ടിന്റെ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് റബേക്ക പൂളിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അതിലൊരു എക്സ്പ്ലനേഷൻ പറയാനാണെങ്കിൽ റബേക്ക നമ്മുടെ എമിലിയുടെ ഒക്കെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയുമായിരുന്നു ഇവളുടെ സഹോദരിയാണ് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ആ വ്യക്തിയെന്ന്. നമ്മുടെ എമിലിയൊക്കെ അങ്ങനെ ഒരാളെ തേടി നടക്കുന്നുണ്ടെന്ന് റബേക്ക എങ്ങനെ മനസ്സിലാക്കി? അതിനർത്ഥം റബേക്ക ഈ ഒരു കൾട്ടിനെ പറ്റിയും ഇവരുടെ വിശ്വാസങ്ങളെ പറ്റിയും ഒക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിസർച്ച് ചെയ്തത് കാരണം റബേക്ക ഇവരുടെ കൾട്ടിൽ വിശ്വസിക്കാൻ തുടങ്ങി. കൾട്ടിന്റെ ഭാഗമല്ലാഞ്ഞിട്ട് കൂടി അതിൽ വിശ്വസിക്കാൻ തുടങ്ങി. കൾട്ടിന്റെ പ്രോഫസി മനസ്സിലാക്കി. ആ
പ്രോഫസി സത്യമാക്കാൻ വേണ്ടി അവളുടെ വിശ്വാസമായിരിക്കാം അവളെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പിന്നെ കൾട്ടിൽ നിന്ന് കൊടുക്കുന്ന വാട്ടർ അത് സേക്രഡ് വാട്ടർ ആണെന്ന് കരുതി അത് മാത്രമേ അവർ കുടിക്കാറുള്ളൂ. പക്ഷേ അത് വാട്ടർ കുടിക്കുന്ന കേസുകളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇവർ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാറുണ്ട്. എമിലി അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ആ വീട്ടിലുള്ള സമയത്ത് പുള്ളിക്കാരൻ ഇവർക്ക് ഡ്രിങ്ക് ഓഫർ ചെയ്യുമ്പോഴും ഇവൾ മടി കൂടാതെ അത് കുടിക്കുന്നുണ്ട്. ബൈ ദ വേ അത് കോഫി അല്ല കേട്ടോ. ഈവൻ ഇനിയിപ്പോൾ അത് കോഫി അല്ലെങ്കിലും മറ്റെന്തെങ്കിലും ഡ്രിങ്ക് ആണെങ്കിലും മറ്റെന്ത് തരത്തിലുള്ള ഡ്രിങ്ക് ആണെങ്കിലും അവരത് കുടിക്കുന്നതൊക്കെ കാണാം. ക്ലീൻ വാട്ടർ കുടിക്കുന്ന സമയത്ത് മാത്രം ആ ഒരു സേക്രഡ് വാട്ടർ മാത്രമേ അവർ കുടിക്കുകയുള്ളൂ. അല്ലാതെ പുറത്തൊന്നും പച്ചവെള്ളം കുടിക്കൂല. ഹ്യൂമൻ ബോഡി 70% വാട്ടർ ആണെന്ന് പറയപ്പെടുന്നു. യെസ് ഇറ്റ് ഈസ്. അതുകൊണ്ട് ഇവരുടെ ബോഡി അത്രയും സേക്രഡ് ആക്കി വെക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം കൾട്ടിൽ നിന്ന് കൊടുക്കുന്ന വാട്ടർ മാത്രം കുടിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം മറ്റ് പാനീയങ്ങൾ കുടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലെന്നുള്ളത് എന്തോ ഒരു വല്ലാതെ പോലെ തോന്നി. ദെൻ പിന്നെന്താ പറയാനുള്ളത്, ഈ സിനിമ ഇദ്ദേഹത്തിന് മറ്റേതെങ്കിലും സിനിമയായിട്ട് കണക്റ്റഡ് ആണോ എന്നൊരു സംശയം തോന്നിയേക്കാം. പ്രത്യേകിച്ച് ലോബ്സ്റ്ററൊക്കെ ആയിട്ട് ആ ഒരു ഡോഗിൻ്റെ സീനൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെ തോന്നിയില്ല. അങ്ങനെ ഒരു ചെറിയ ക്ലൂ പോലും ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. സോ തീർത്തും അസംബന്ധപരമായ ഒരു സിനിമ കാണണമെന്നുള്ളവർക്ക് സിനിമയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയ പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഇതിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ടായേക്കാം. ഡയറക്ടർ ചിന്തിച്ചിട്ട് പോലും ഇല്ലാതെ പല കാര്യങ്ങളും ഫാൻ തിയറീസ് ആയിട്ടൊക്കെ വരും. അതൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് തോന്നും. അങ്ങനെയുള്ള ഫാൻ തിയറീസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്തും പറയാനുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കാനുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ.